നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കൃത്യമായ വരുമാനം വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതും ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങളെ പേടിക്കാതെ പൂർണ്ണ സമാധാനത്തോടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയ റിസ്ക് എടുക്കാതെ തന്നെ നിങ്ങളുടെ പണത്തിന്മേൽ 8% മുതൽ 12% വരെ ഉയർന്ന ലാഭം നേടിത്തരുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വഴിയെക്കുറിച്ചാണ്. അതാണ് NCD അഥവാ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ. വലിയ വൻകിട കമ്പനികൾ നിക്ഷേപിച്ച് എങ്ങനെ സുരക്ഷിതമായി ഈ ഉയർന്ന പലിശ നേടാമെന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. NCD എന്നാൽ കടപ്പത്രമാണ്. ടാറ്റ ക്യാപിറ്റൽ, മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള വൻകിട കമ്പനികൾക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വലിയ തുക ആവശ്യമായി വരുമ്പോൾ അവർ ബാങ്കുകളെ മാത്രം ആശ്രയിക്കാതെ പൊതുജനങ്ങളിൽ നിന്ന് കടമെടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കമ്പനിക്ക് നൽകുന്ന കടത്തിന് പകരമായി അവർ തരുന്ന ഉറപ്പ് കത്താണ് ഡിബഞ്ചർ. ഇതിലെ നോൺ കൺവേർട്ടബിൾ എന്ന വാക്കിനർത്ഥം ഈ കടപ്പത്രങ്ങൾ പിന്നീട് കമ്പനിയുടെ ഓഹരികളോ ഷെയറുകളോ ആയി മാറ്റാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ ഇതിനെ ബാധിക്കില്ല. നിക്ഷേപിക്കുന്ന സമയത്ത് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന പലിശ കാലാവധി തീരുന്നത് വരെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. എങ്ങനെയാണ് NCD പ്രവർത്തിക്കുന്നത് ചെറിയൊരു കണക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു കമ്പനിയുടെ NCDയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. അവർ 3 വർഷത്തേക്ക് 11% വാർഷിക പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾ പ്രതിമാസ പലിശ അഥവാ മന്ത്ലി പേ ഔട്ട് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓരോ മാസവും ഏകദേശം 917 രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇങ്ങനെ 3 വർഷം പൂർത്തിയാകുമ്പോൾ പലിശയായി മാത്രം 33,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. അതുകൂടാതെ കാലാവധി തീരുമ്പോൾ നിങ്ങൾ ആദ്യം നിക്ഷേപിച്ച 1 ലക്ഷം രൂപ മുഴുവനായും ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. നമുക്കിത് മറ്റ് നിക്ഷേപങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വെറും 3 മുതൽ 4% വരെ പലിശയാണ് കിട്ടുന്നത്. സുരക്ഷിതമാണെങ്കിലും വരുമാനം വളരെ കുറവാണ്. രണ്ടാമത്തേത് ബാങ്ക് FDകൾ തന്നെയാണ്. ഇതിൽ നിന്ന് 6 മുതൽ 7% വരെ പലിശ കിട്ടാറുണ്ട്. ഇതും സുരക്ഷിതമാണ്, പക്ഷെ കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചാൽ പെനാൽറ്റി ഉണ്ടാകും. ഇനി മൂന്നാമത് ഷെയർ മാർക്കറ്റ് ആണ്. ഇതിൽ വലിയ ലാഭം കിട്ടാമെങ്കിലും നഷ്ടം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവിടെയാണ് NCDകളുടെ പ്രാധാന്യം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വർഷം 8 മുതൽ 12% വരെ ഉയർന്ന പലിശ നേടാൻ സാധിക്കുന്നുണ്ട്. സുരക്ഷിതത്വവും ഉയർന്ന ലാഭവും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് NCD ഒരു മികച്ച ചോയ്സ് ആണ്. NCDകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. കമ്പനിയുടെ ആസ്തികൾ ഈടായി നൽകിക്കൊണ്ട് പുറത്തിറക്കുന്ന സെക്യൂർഡ് NCDകളാണ് ഏറ്റവും സുരക്ഷിതം. കമ്പനിക്ക് എന്തെങ്കിലും തകർച്ച ഉണ്ടായാൽ പോലും ഈ ആസ്തികൾ വിറ്റ് നിക്ഷേപകരുടെ പണം നൽകും. എന്നാൽ ഈടുകൾ ഒന്നുമില്ലാതെ അൺസെക്യൂർഡ് NCDകൾ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലിശയും കൂടുതലായിരിക്കും. നിക്ഷേപിക്കുന്നതിന് മുൻപ് അത് സെക്യൂർഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് മാസത്തിലോ വർഷത്തിലോ പലിശ വാങ്ങാം, അല്ലെങ്കിൽ കാലാവധി തീരുമ്പോൾ പലിശയും മുതലും ഒന്നിച്ചു വാങ്ങുന്ന ക്യുമുലേറ്റീവ് ഓപ്ഷനും തിരഞ്ഞെടുക്കാം. കമ്പനികൾ പുറത്തിറക്കുന്ന IPO വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് സ്റ്റോക്ക് ബ്രോക്കർമാർ വഴിയോ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഇവ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും. ഇതിൽ പണം മുടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത വിലയിരുത്തുന്ന ക്രിസിൽ അല്ലെങ്കിൽ ICRA പോലുള്ള ഏജൻസികളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ആദ്യം. AA അല്ലെങ്കിൽ അതിനു മുകളിൽ റേറ്റിംഗ് ഉള്ള കമ്പനികൾ മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. നികുതിയുടെ കാര്യത്തിലേക്ക് വന്നാൽ NCDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം നിങ്ങളുടെ ആകെ വരുമാനത്തോട് ചേർക്കപ്പെടുകയും നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിലാണോ വരുന്നത് അതനുസരിച്ച് അതിന് നികുതി നൽകേണ്ടതായിട്ടും വരും. എന്നാൽ ഇത് ഡിമാറ്റ് രൂപത്തിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ കമ്പനികൾ മുൻകൂട്ടി TDS ഈടാക്കില്ലെന്നൊരു നേട്ടവുമുണ്ട്. ചുരുക്കത്തിൽ ബാങ്ക് FDയേക്കാൾ മികച്ച വരുമാനം തരുന്ന കൃത്യമായ പ്ലാനിങ്ങോടെ നിക്ഷേപിക്കാവുന്ന ഒന്നാണ് സെക്യൂർഡ് NCDകൾ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സാമ്പത്തിക വിവരവുമായിട്ട് വീണ്ടും കാണാം.